വീണ്ടും വാർത്തകളിലേക്ക്. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നാളെ ഡിസ്ചാർജ് ചെയ്യും. ഇന്ന് രാത്രി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റാനാണ് സാധ്യത. അർജുൻ കല്യാണ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഡിസ്ചാർജ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രിയുടെ ആരോഗ്യ നിലയിൽ നല്ല പുരോഗതി ഉണ്ട് എന്നാണോ മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നിട്ടുള്ള മെഡിക്കൽ ബോർഡ് യോഗത്തിനകത്ത് മന്ത്രിയുടെ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. മെഡിക്കൽ ബുള്ളറ്റിനിലും അക്കാര്യം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരു യാത്ര ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ മെഡിക്കൽ ബോർഡ് യോഗം അല്ലെങ്കിൽ ഈ മെഡിക്കൽ സംഘം ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ മന്ത്രി തന്നെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന മെഡിക്കൽ ബോർഡിനെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മെഡിക്കൽ ബോർഡിന്റെ ഓൺലൈനായി ചേർന്ന ഇന്നത്തെ വൈകുന്നേരത്തെ മീറ്റിംഗിലാണ് നിലവിൽ അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ കൃത്യമായ രീതിയിൽ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കി ഇവിടെ നിന്ന് മാറ്റുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചത്. പക്ഷേ നാളെ രാവിലെ ആയിരിക്കും അതിനകത്തൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഡിസ്ചാർജ് ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. നാളെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ ഈ മെഡിക്കൽ ബോർഡിലുള്ള അംഗങ്ങളെല്ലാം ചേർന്ന് ഒരിക്കൽ കൂടി യോഗത്തിൽ പങ്കെടുക്കുകയും മന്ത്രിയെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിൽ സ്വാഭാവികമായും മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ, അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്കായിരിക്കുമോ മന്ത്രി എത്തുക? അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു സൂചനയുള്ളത്. ഇവിടത്തേക്ക് മാറ്റും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്നാൽ കൂടിയും തിരുവനന്തപുരത്തേക്ക്, കാരണം തുടർ ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി സൗകര്യപ്രദമായി നിർവഹിക്കാൻ വേണ്ടി കഴിയുക തിരുവനന്തപുരത്താണ് എന്നുള്ളത് കൊണ്ടാണ് മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള സാധ്യത നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ പത്തനംതിട്ടയിലെ വീട്ടിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതിയിലോ ചികിത്സയിൽ തുടർന്നാൽ മതി എങ്കിൽ സ്വാഭാവികമായി അതിനകത്ത് എന്താണ് തീരുമാനം എന്നുള്ളത് മന്ത്രിയുടെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും ഈ പറയുന്ന പോലെ നാളെ ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ എങ്ങോട്ടാണ് മാറ്റുക, എന്താണ് അതിന്റെ വിശദവിവരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നാളെ രാവിലെ മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിൽ മാത്രമേ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനമാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.